ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. എന്താണ് രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്നൊരു ഫാഷൻ ഷോ? അത് ഞാൻ ധാവണി പിൻ ചെയ്ത് വെക്കുമായിരുന്നു. അവൻ്റെ നോട്ടം അവളുടെ മുഖത്താണ്. നെറ്റിയിൽ കുഞ്ഞൊരു പൊട്ടും നിറകിൽ സിന്ദൂരമിട്ടിട്ടുണ്ട്. അതിന്നലെ അമ്മ പറഞ്ഞതുകൊണ്ടാണെന്ന് കാശിക്ക് മനസ്സിലായി. അവൻ എഴുന്നേറ്റ് ബെഡിലിരുന്നു. കൺമണി വേഗം പോയി അവനൊരു കപ്പ് കട്ടനുമായി വന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടനാണ് കുടിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മാത്രമേ ചായ പതിവുള്ളൂ. ഞാൻ കുളിക്കാൻ വെള്ളം കോരി വെക്കട്ടെ കാശിയേട്ടാ? വേണ്ട, ഞാൻ കോരി കുളിച്ചോളാം. കുളിച്ചിട്ടാണോ കഴിക്കുന്നേ? പെണ്ണിന് പിന്നെയും സംശയം. കുളിച്ചിട്ടേ കഴിക്കുന്നുള്ളൂ. കൺമണി മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. കാശി ടവൽ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്കിറങ്ങി. അപ്പോൾ കണ്ടു വേലി ചാടിക്കിടന്ന് ഒരു പെൺകുട്ടി വീട്ടിലേക്ക് ഓടുന്നത്. അത് കൺമണിയുടെ കൂട്ടുകാരി രാധയാണെന്ന് മനസ്സിലായി. കണ്ണയെ വിളിച്ചുകൊണ്ട് കിണറ്റിൻകര വരെ കേൾക്കാം പെണ്ണിൻ്റെ വിളി. പിന്നെ കലപില എന്തൊക്കെയോ ബഹളം. ഇടയ്ക്ക് കൺമണിയുടെ കൊലുസിൻ്റെ ഒച്ച ഉച്ചത്തിൽ കേൾക്കാം. ഇവൾ ഇത്രയും ബഹളമായിരുന്നോ? കാശിക്ക് ചിരി വന്നു. കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ അകത്തു നിന്നും അടയ്ക്കുള്ള സംസാരം കേട്ടു. കണ്ണേ, ആ ചേട്ടൻ എങ്ങനെയാ? റൊമാൻറ്റിക് ആണോ? ഇതെന്താ പെണ്ണെ നിന്റെ കഴുത്തിൽ ചുവന്ന പാട്? എന്തോ കടിച്ചതാടി ഇന്നലെ. ഞാൻ നന്നായി ചൊറിഞ്ഞു. പിന്നെ ഇത് നിന്റെ ആ ജിമ്മൻ ചേട്ടൻ കടിച്ചതാവും. പോയേ പെണ്ണെ, ഭക്ഷണത്തരം പറയാതെ. നീ വന്നേ പെണ്ണെ, നിനക്ക് ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം. അവളുടെ കൈയും പിടിച്ച് കൺമണി നേരെ റൂമിലേക്ക് പോയി. രാധയെ ബെഡിലിരുത്തി കയ്യിൽ കവർ കൊടുക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. രമേശ് ചേട്ടന് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല കണ്ണേ. ചോദിക്കുമ്പോൾ രാധയുടെ കണ്ണ് നിറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല. നിന്റെ വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ എന്നോട് പറയുന്നത്. ഞാൻ രമേശ് ചേട്ടനെ എൻ്റെ കുട്ടേട്ടനെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വിവാഹം ഉറപ്പിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ മറുപടിയും പറഞ്ഞു, ഞാൻ ആ രീതിയിൽ കണ്ടിട്ടില്ലെന്ന്. കാശി ഇതെല്ലാം കേട്ടുകൊണ്ടാണ് അകത്തേക്ക് ചെന്നത്. അതൊക്കെ പോട്ടെ, എന്താ വിശേഷം? കാശിയെ കണ്ടപ്പോൾ രണ്ടുപേരും റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ഡി, ആ ചേട്ടൻ എന്നാ ഗ്ലാമറാ! പോയേ പെണ്ണേ. അവൾക്ക് വാങ്ങിക്കൊണ്ടുവന്ന ഫ്രൂട്ട്സും ബേക്കറിയും ഒക്കെ കയ്യിൽ കൊടുത്തു. നീ വാ, നമുക്ക് പുട്ടും കൂടി കഴിച്ചിട്ട് പോകാം. വേണ്ട, അതിനിനി സമയമില്ല. നീ വന്നെന്ന് മനസ്സിലായി, അതുകൊണ്ട് നിന്നെ കാണാൻ ഓടി വന്നതാണ്. പറഞ്ഞുകൊണ്ട് രാധ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. രാധേ, ഞാനിവിടുന്ന് പോയാലും എൻ്റെ അമ്മയെ നീ നോക്കണം കേട്ടോ. അത് പറയുമ്പോൾ കൺമണിക്ക് സങ്കടം വന്നു. നീ ഇവിടെ ഇല്ലെങ്കിലും ആ കുറവ് ഞാൻ നിൻ്റെ അമ്മയെ അറിയിക്കാറില്ല. ഇന്നലെ പിന്നെ അത്യാവശ്യമായി പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് സുഖമില്ലാത്തത് അറിയാതെ പോയത്. നീ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് അമ്മയെ നോക്കാൻ. എനിക്കറിയാമെടി, എങ്കിലും ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. റെഡ് റൗണ്ടിനൊക്കെ ടീഷർട്ടും ബ്ലൂ ട്രാക്ക് പാൻറ്റും ഇട്ടുകൊണ്ട് കാശി പുറത്തേക്ക് ഇറങ്ങി വന്നു. കൺമണി വേഗം കഴിക്കാനുള്ളത് എടുത്തു വെച്ചു. പുട്ടും കടലക്കറിയും പഴം പുഴുങ്ങിയതും അവൻ്റെ അടുത്തേക്ക് നീക്കി വെച്ചു. കുടിക്കാനായി ചായയും. സുഖമില്ലാതിരുന്ന അമ്മ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഇപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. മോൻ ആദ്യമായി വീട്ടിൽ വന്നിട്ട് ഇത്രയെങ്കിലും ചെയ്യാതിരുന്നാൽ എനിക്ക് സങ്കടമാവും. നിങ്ങളിന്ന് പോകുന്നുണ്ടോ? മടിച്ചാണ് നാരായണി ചോദിച്ചത്. ഇല്ലമ്മേ, ഇന്നുകൂടി ഇവിടെ കാണും. നാളെ രാവിലെ പോകും. കൺമണിക്ക് വേണമെങ്കിൽ അമ്മയോടൊപ്പം നിന്നിട്ട് പിന്നെ വന്നാൽ മതി. അത് വേണ്ട മോനെ. മോള് മോൻ്റെ ഒപ്പം വരട്ടെ. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നാരായണി പറഞ്ഞു. കാശി കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി. കൺമണിയും അമ്മയും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കൺമണി അമ്മയെ സഹായിക്കാനായി അടുക്കളയിൽ ചെന്നു. നീ രാവിലെ മോനെയും വിളിച്ചുകൊണ്ട് രാധയുടെ വീട്ടിലൊന്ന് പോയി വാ. ആ രമേശൻ കഴിഞ്ഞ ആഴ്ച പണിസ്ഥലത്ത് വീണു. ഇപ്പോൾ കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ അതുവരെ ഒന്ന് ചെന്ന് നോക്കിയേച്ചും വാ. അമ്മ, കാശിയേട്ടൻ ചിലപ്പോൾ വരില്ല. ഇതൊന്നും പുള്ളിക്ക് ഇഷ്ടമാവില്ല. എന്നാലൊരു കാര്യം ചെയ്യ്. നീ ഒന്ന് ചോദിച്ചിട്ട് അത്രയിടം വരെ പോയിട്ട് വാ. ഒന്നുമില്ലെങ്കിലും അയൽവക്കം ഒന്ന് പറയാൻ അതല്ലേ ഉള്ളൂ. ഞാൻ ചോദിച്ചു നോക്കട്ടെ. മടിച്ചാണ് കൺമണി തിരികെ റൂമിലേക്ക് ചെന്നത്. അപ്പോൾ കാശി ആരോടോ കാര്യമായ സംസാരത്തിലാണ്. ഇംഗ്ലീഷിൽ ചറപറാന്ന് സംസാരിക്കുന്നത് കേട്ട് കൺമണി വായും തുറന്നു നോക്കി നിന്നു. അല്പം കഴിഞ്ഞപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന കൺമണിയെ കാശി കണ്ടത്. അവൻ ശ്രദ്ധിക്കാത്തതുപോലെ അടുത്തേക്ക് നടന്നു വന്നു. 2 വിരൽ കൊണ്ട് അവളുടെ തുറന്നിരിക്കുന്ന വായ അടച്ചു വെച്ചു. അപ്പോഴാണ് കൺമണിക്ക് ബോധം വന്നത്. ഫോൺ കട്ടാക്കി കാശി കൺമണിയുടെ മുന്നിൽ കയ്യും കെട്ടി നിന്നു. അമ്മ പറഞ്ഞു അപ്പുറത്തെ രാധയുടെ വീട് വരെ നമ്മൾ 2 പേരും പോയിട്ട് വരാൻ.
രാധയുടെ ഏട്ടനെന്തോ അപകടം പറ്റി ഒരാഴ്ചയായി വീട്ടിലുണ്ട്. അയൽവക്കമല്ലേ ഒന്ന് പോകാൻ പറയുമ്പോൾ കാശി ഒറ്റ പുരുകമുയർത്തി അവളെ തന്നെ നോക്കി. കാശിയേട്ടന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നമുക്ക് പോണ്ട. ഞാൻ പറഞ്ഞോ എനിക്കിഷ്ടമല്ലെന്ന്? എന്നാ വാ പോവാം. കൺമണി ചാടി തുള്ളി ഇറങ്ങി. എവിടേക്കാ ഈ വേഷത്തിൽ? കാശിയുടെ ചോദ്യത്തിൽ ഗൗരവം കണ്ടപ്പോൾ അവളൊന്ന് നിന്നു. നമ്മുടെ വീടിൻ്റെ മുള്ളുവേലി കഴിഞ്ഞാൽ രാധയുടെ വീടാണ്. അതുവരെ പോകാൻ ഡ്രസ്സ് മാറണോ? കാശി അവളുടെ അടുത്തേക്ക് വന്നു. കൺമണി പിന്നിലേക്ക് നീങ്ങി. അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുമായി കൊരുത്തു. കൈ വയർഭാഗത്തെത്തി നുള്ളാൻ കൈവച്ചതും പെണ്ണ് കണ്ണിറുക്കി അടച്ചു പിടിച്ചു. നുള്ളലേ കാശിയേട്ടാ, കഴിഞ്ഞ തവണ നുള്ളിയത് തന്നെ പാടായി കിടക്കുകയാണ്. കണ്ണുമടച്ച് അത്രയും പറഞ്ഞു വല്ല വിധേനയും. കാശി പെട്ടെന്ന് വലത് കൈകൊണ്ട് അവളെ ചരിച്ച് വയർഭാഗം ഒന്ന് നോക്കുമ്പോൾ കണ്ടു കരുനീലിച്ച് കിടക്കുന്ന പാട്. ഞാനിതിപ്പോൾ മാറ്റാം. അവൾ അലമാരയിലിരുന്ന ചുരിദാറും എടുത്തുകൊണ്ട് വേഗം അമ്മയുടെ റൂമിലേക്ക് പോയി. കാശിക്ക് അത് കണ്ടപ്പോൾ ചിരി വന്നു. കാശി ബ്ലൂ കളർ ഷർട്ടും ബ്ലാക്ക് ജീനും കയ്യിൽ വാച്ചിൻ്റെ സ്ട്രാപ്പും നേരെയാക്കി മൊബൈൽ നോക്കി റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കൺമണി അമ്മയുടെ റൂമിൽ നിന്നും ഡ്രസ്സ് മാറി നേരെ അകത്തേക്ക് ചെന്ന് കയറിയത്. രണ്ടുപേരും കണ്ടില്ല. അതുകൊണ്ട് തന്നെ നേരെ ചെന്ന് കാശിയുടെ നെഞ്ചിലിടിച്ചു പെണ്ണ്. വലത് കൈയിലിരുന്ന ഫോൺ നിലത്തേക്ക് വീണു. ഇടം കൈ അറിയാതെ നെഞ്ചിന് മീതെ വെച്ചു. കൺമണി ഞെട്ടിത്തരിച്ചു നിൽക്കുവാണ്. അവൻ്റെ ഫോണിലായിരുന്നു അവളുടെ നോട്ടം. പേടിച്ചു പോയി. അവൾ വേഗം ഫോൺ കയ്യിലെടുത്തു. ഞാൻ കണ്ടില്ല. കണ്ണു നിറഞ്ഞു. ചുണ്ടകത്തേക്ക് കൂട്ടിപ്പിടിച്ച് പെണ്ണ് കരച്ചിലടക്കി. അതെ, കണ്ടില്ല. അതാണല്ലോ എക്സ്പ്രസ് പോലെ എൻ്റെ നെഞ്ചത്തേക്ക് വന്ന് കയറിയത്. ഫോണും തട്ടിയിട്ടു. കാശി നിസ്സാരമായി പറഞ്ഞു. അവളുടെ കയ്യിലിരിക്കുന്ന ഫോൺ വാങ്ങി കാശി തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി. കുഴപ്പമൊന്നുമില്ല. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ഫോൺ വിക്കിക്കൊണ്ട് കൺമണി ചോദിക്കുമ്പോൾ ഫോണിന് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനിയും ഇതുപോലുള്ള വീഴ്ചകൾ ഉണ്ടായാൽ ഫോണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. കുട്ടേട്ടൻ്റെ കയ്യിലിരുന്ന ഫോൺ ഒരിക്കൽ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണെന്ന് പറഞ്ഞ് ജയശ്രീയേട്ടത്തി ഒരുപാട് ശകാരിച്ചു. ഒന്ന് കൂട്ടുകാരിയെ വിളിക്കാൻ ചോദിച്ചതാ. കൈകൾ രണ്ടും പിണയ്ക്കുകയും അഴിക്കുകയും ചെയ്തുകൊണ്ട് കൺമണി ചുണ്ട് പിളർത്തി കാശിയോട് പരാതി പോലെ പറഞ്ഞു. എനിക്ക് ഫോൺ ഇല്ലാഞ്ഞിട്ടല്ലേ ഒന്ന് ചോദിച്ചത്? പെണ്ണിൻ്റെ കണ്ണ് പിന്നെയും നിറഞ്ഞു. അമ്മയുടെ ഫോണിൽ ബാലൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുട്ടേട്ടൻ്റെ ഫോൺ ചോദിച്ചേ. കൺമണി കരച്ചിലിൻ്റെ വക്കോളം എത്തുന്നുവെന്ന് കണ്ടപ്പോൾ കാശി വേഗം അവളുടെ കയ്യും പിടിച്ചുകൊണ്ട് നേരെ മുറ്റത്തേക്കിറങ്ങി. മുള്ളുവേലി കടന്ന് രാധയുടെ വീട്ടിലെത്തി. വരാന്തയിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു കസേരയിലിരിക്കുന്ന രമേശനെ. കാശി അയാൾക്ക് നേരെ കൈനീട്ടി. രമേശനും കാശിയുടെ കയ്യിൽ കൈ ചേർത്ത് വെച്ചു. അപ്പോഴേക്കും രാധയും അമ്മയും കൂടി ഉമ്മറത്തേക്ക് വന്നു. മോള് വന്നെന്ന് രാധ പറഞ്ഞു. കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാണ് വരാത്തത്. അവർ കൊണ്ടുവന്ന 2 ഗ്ലാസ് ജ്യൂസ് കൺമണിക്കും കാശിക്കും കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് രമേശിൻ്റെ നോട്ടം കൺമണിയുടെ നേർക്ക് വീഴുന്നത് കാശി കാണുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ കാശിക്ക് അത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. കുറച്ചു നേരം അവരോടൊപ്പം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം കാശി എഴുന്നേറ്റു. എനിക്ക് 1-2 ഫോൺ കോൾ ചെയ്യാനുണ്ടായിരുന്നു. എന്നാൽ കൺമണി ഇവിടെ ഇരിക്കട്ടെ, കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വന്നേക്കും, രാധയുടെ അമ്മ പറയുമ്പോൾ കാശി അവളെ നോക്കി. വേണ്ട, ഞങ്ങൾക്ക് പുറത്തു പോകണം. കാശി അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവന് പിന്നാലെ കൺമണിയും വച്ചു പിടിച്ചു. വീടെത്തിയിട്ടും കാശിയുടെ മുഖത്തിനത്ര തെളിച്ചം കാണാതായപ്പോൾ തന്നെ കൺമണിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്നാൽ അവനോട് നേരിട്ട് ചോദിക്കാൻ അവൾക്ക് ഭയമായിരുന്നു. ഉച്ചയ്ക്ക് ചോറും മീനും പുളിശ്ശേരിയും അച്ചാറും ഉണ്ടായിരുന്നു. കാശി ചോറ് വളരെ കുറച്ചു മാത്രമേ കഴിച്ചുള്ളൂ. കറികളൊന്നും ഇഷ്ടമായി കാണില്ല. അതാണ് മോൻ ആഹാരം കുറച്ച് കഴിച്ചത്. നാരായണിക്ക് കാശി നല്ലവണ്ണം ആഹാരം കഴിക്കാത്തതിൽ വല്ലാത്ത വിഷമം തോന്നി. അവർ വേഗം അരിക്കലത്തിൽ നിന്ന് പഴുപ്പിക്കാനിട്ടിരുന്ന 1-2 മാമ്പഴം പുറത്തേക്കെടുത്തു. അത് പൂളി കഴുകി ഒരു പാത്രത്തിൽ വെച്ച് കൺമണിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതെന്താ ഇപ്പോൾ മാമ്പഴം? ഊണ് കഴിച്ചതല്ലേ ഉള്ളൂ അമ്മേ. കാശിയേട്ടൻ നന്നായി ഒന്നും കഴിച്ചില്ല. കറികൾ നന്നായില്ല, അതായിരിക്കും എന്ന് പറഞ്ഞ് അമ്മ തന്നുവിട്ടതാ. അവൾ അവൻ്റെ നേർക്ക് പാത്രം നീട്ടി. ബെഡിൽ ചാരിയിരുന്ന് എന്തോ കാര്യമായി നോക്കുമായിരുന്നു. എങ്കിലും അവളുടെ കയ്യിലിരുന്ന പാത്രം വാങ്ങി അതിൽ നിന്നും മാമ്പഴം എടുത്ത് കഴിച്ചു തുടങ്ങി. വൈകുന്നേരം അമ്മ പറയുന്നത് കേട്ടു കാശിയെയും കൂട്ടി അമ്പലത്തിൽ പോകാൻ. എന്നാൽ കാശിയോട് അത് ചോദിക്കാൻ കൺമണിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. കാശിയേട്ടൻ അങ്ങനെ അമ്പലത്തിലൊന്നും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല അമ്മേ. ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിലോ, അതുകൊണ്ട് വേണ്ട, ഞാൻ പോയിട്ട് വരാം. അവൾ മുറിയിൽ കയറി ഉടുക്കാൻ മുണ്ടും നേരിയതുമെടുത്ത് പുറത്ത് വെച്ചു. താൻ എവിടേക്കാ? ഞാനൊന്ന് അമ്പലത്തിൽ. കാശിയേട്ടൻ വരുന്നുണ്ടോ?
ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടോ? ഇല്ല, ഒരു 10 മിനിറ്റ് നടക്കണം. ആ, എന്നാൽ താൻ പോയിട്ട് വാ. അവൾ വേഗം റെഡിയായി ഇറങ്ങി. കണ്ണേ, നീ എന്താ സിന്ദൂരം തൊടാത്തേ? അത് മറക്കരുത് കേട്ടോ. അവൾ വേഗം അമ്മ ചോദിച്ചത് കേട്ട് സിന്ദൂരം നിറകിൽ തൊട്ടു. കൺമണി ഇറങ്ങി നടന്നു. അവൾ വേലി കടന്ന് മുന്നിലേക്ക് പോകുന്നത് രമേശൻ കണ്ടു. അവൻ വേഗം ഡ്രസ്സ് മാറി കുളിച്ചിറങ്ങി പാൻറ്റും ഷർട്ടും എടുത്തിട്ടു. ഇത്രയും നേരം ഫോണും നോക്കിയിരുന്ന നീ ഇതെവിടേക്കാ ഇത്ര പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ഈ വയ്യാത്ത കാലും വെച്ചുകൊണ്ട്? അമ്മ അകത്തു നിന്ന് വിളിച്ചു ചോദിച്ചു. അതെനിക്ക് അത്യാവശ്യമായി ഒരാളെ കാണാനുണ്ടമ്മേ. ഇപ്പോൾ വിളിച്ചിരുന്നു. ഇപ്പോഴാണ് ഞാനതോർത്തത്. ഞാൻ പതിയെ പതിയെ പോയി വരാം. എന്നാൽ പോയിട്ട് വാ, ഒരുപാട് നേരം നിൽക്കേണ്ട. ബൈക്കിൻ്റെ കീയും എടുത്തുകൊണ്ട് രമേശൻ വണ്ടിയിൽ കയറിയതും ഒരുപാട് സ്പീഡിൽ പോകണ്ട, പതുക്കെ പോയാൽ മതിയെന്ന് അമ്മ പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഒരു കോൾ വന്ന് റേഞ്ച് കിട്ടാതെ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കാശി. അപ്പോഴാണ് വയ്യാത്ത കാലും വെച്ചുകൊണ്ട് രമേശൻ ബൈക്കും കൊണ്ട് പാഞ്ഞു പോകുന്നത് കണ്ടത്. കാശി കോൾ കട്ട് ചെയ്ത് അകത്തേക്ക് കയറിപ്പോയി. കാശി ഉമ്മറത്ത് തനിയെ ഇരിക്കുന്നത് കണ്ട നാരായണി ഒരു ഗ്ലാസ് കട്ടനുമായി അവനടുത്തേക്ക് വന്നു. കട്ടൻ്റെ ഗ്ലാസ് അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് അകത്തേക്ക് പോയി. കട്ടൻ കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് അര കൈവരിയിൽ വെച്ചുകൊണ്ട് കാശി കാറിൻ്റെ കീയുമായി പുറത്തേക്കിറങ്ങി. അമ്പലത്തിൽ തൊഴുത് കാശിയുടെ പേർക്ക് അർച്ചനയും കഴിപ്പിച്ച് നൂലും ജപിച്ചു. പ്രസാദവും വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആൽമര ചുവട്ടിൽ നിൽക്കുന്ന രമേശനെ കാണുന്നത്. അവനെ കണ്ടതും അവൾ ചിരിച്ചു. രമേശേട്ടൻ ഇതെന്താ അമ്പലത്തിൻ്റെ പുറത്ത് തന്നെ നിൽക്കുന്നത്? അകത്ത് കയറി തൊഴാത്തതെന്താ? ഒരു കൂട്ടുകാരനെ കാണാൻ പോയിട്ട് വരുന്ന വഴിയാണ്. തന്നെ കണ്ടപ്പോൾ നിന്നേ ഉള്ളൂ. അവൾ പടവുകൾ ഇറങ്ങി നടന്നു. പിന്നാലെ തന്നെ രമേശനും. പുതിയ വീടും ആൾക്കാരുമൊക്കെ എങ്ങനെയുണ്ട്? അവളോട് എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതി രമേശൻ ചോദിച്ചു. അച്ഛനും അമ്മയും എല്ലാവർക്കും വലിയ സ്നേഹമാണ്. കാശിനാഥൻ അയാൾ എങ്ങനെയാ കൺമണി? അതിനവൾ ചിരിച്ചതല്ലാതെ മറുപടി പറഞ്ഞില്ല. താൻ എനിക്ക് പ്രസാദം തന്നില്ല കൺമണി. ഞാനത് മറന്നുപോയി. അവൾ ഇലച്ചീന്ത് അവൻ്റെ നേർക്ക് നീട്ടി. അവൻ കൺമണിയെ ആകെ മൊത്തത്തിലൊന്ന് നോക്കി. ചന്ദനം തൊടാനായി രമേശൻ കൈ നീട്ടുമ്പോഴാണ് തൊട്ടടുത്തായി ഒരു കാർ വന്ന് നിന്നത്. കാറിൽ നിന്ന് ഇറങ്ങി വന്ന കാശിയെ കണ്ടപ്പോൾ രമേശൻ്റെ മുഖം മാറി. എന്നാൽ കൺമണി കാശിയെ കണ്ട സന്തോഷത്തിൽ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കാശിയേട്ടൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ നിനക്ക്? എന്താ കാശിയേട്ടാ? അവൻ്റെ മുഖഭാവം മാറി. നീ കയറ്. കൺമണി കാറിലേക്ക് കയറിയതും കാശി രമേശൻ്റെ അടുത്തേക്ക് പോയി. ഇനി മേലാൽ അവളുടെ പുറകിൽ ഇതുപോലെ മണപ്പിച്ച് നടന്നാൽ കുന്നത്തെ കാശിനാഥൻ ആരാണെന്ന് നീ ശരിക്കും അറിയും. പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കി പുച്ഛിച്ച് കാശി കാറിലേക്ക് കയറി. അവൻ്റെ കടുത്ത മുഖഭാവം കണ്ടപ്പോൾ കൺമണിക്ക് പേടി തോന്നി. എന്നാൽ അവൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം മാത്രം അവൾക്ക് മനസ്സിലായില്ല.